നമസ്കാരം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് നാളെ നടക്കാൻ പോവുകയാണ്. വിവിധ മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നാളെ പ്രവർത്തിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇനിയും വ്യക്തമായ ഒരു ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇപ്പോൾ മലയാളികൾക്ക് മുന്നിലുണ്ട്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ നാളെ അർദ്ധരാത്രി 12 മണി വരെ 24 മണിക്കൂറാണ് പണിമുടക്ക്. കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ജീവനക്കാരുടെ ഫെഡറേഷനുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നതിനാൽ തന്നെ കേരളത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് സംസ്ഥാനത്ത് സമ്പൂർണ്ണമായേക്കും. വിവിധ അധ്യാപക സംഘടനകളും പണിമുടക്കിൻ്റെ ഭാഗമാകുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനങ്ങളെ സാരമായി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അവസാന അറിയിപ്പ് സ്കൂളുകളുടെ ഭാഗത്തു നിന്നായിരിക്കും. ഇടത് വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യമെമ്പാടുമായി വിവിധ മേഖലകളിലെ 25 കോടി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. സംയുക്ത തൊഴിലാളി പണിമുടക്ക് ഭാരത് ബന്ദിന് സമാനമാകുമെന്നാണ് സമരക്കാർ പറയുന്നത്. കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗതാഗത മേഖലയെ ഉൾപ്പെടെ സമരം സാരമായി ബാധിക്കും. അധ്യാപകർ സമരത്തിന്റെ ഭാഗമാകുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ എളമരം കരീമ പറയുന്നത്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് കേരള NGO യൂണിയനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജോയിന്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് വിളംബരം നടത്തിയിരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ച് നടത്തിയിരുന്നു. FSETO, KSTA ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്തിന്റെ ഭാഗമാകുന്നതാണ്. കേരള സർവകലാശാല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി keralauniversity.ac.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമായി SFI, PSU, AISF, AISB, AISA എന്നീ സംഘടനകൾ നാളെ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംയുക്ത പ്രസ്താവനയിലാണ് സംഘടനകൾ ദേശീയ പണിമുടക്കിന് പിന്തുണ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കോർപ്പറേറ്റ് പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഭാവി പോരാട്ടങ്ങളിൽ തൊഴിലാളികളുടെ പിന്തുണ ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അഖിലേന്ത്യാ പണിമുടക്കിൽ എല്ലാ വിദ്യാർത്ഥികളും പിന്തുണയ്ക്കണം എന്നാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബാങ്ക് പ്രവർത്തനങ്ങളെയും സമരം ബാധിച്ചേക്കും. അതേസമയം KSRTC ബസ്സുകൾ ഓടുമോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മന്ത്രിയും ജീവനക്കാരും രണ്ട് തട്ടിലായതുകൊണ്ടാണ് സ്ഥിരീകരണം വൈകുന്നത്. നാളത്തെ ദേശീയ പണിമുടക്കിന് KSRTC യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. നാളെ KSRTC ബസ് സർവീസുകൾ നടത്തുമെന്നും പറയുന്നുണ്ട്. ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകില്ല. KSRTC ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണ് എന്നും ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം CITU തള്ളിയിരിക്കുകയാണ്. സമരം ചെയ്യുമെന്ന് CITU വ്യക്തമാക്കി. സമരത്തിന് നോട്ടീസ് മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട് എന്നും CITU വിശദീകരിച്ചിട്ടുണ്ട്. ഇതോടെ നാളെ എല്ലാ CITU ജീവനക്കാരും സമരത്തിന് ഇറങ്ങുമെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാലും പാൽ, പത്രമുള്ള അവശ്യ വസ്തുക്കളും അതുപോലെ തന്നെ ആശുപത്രികളടക്കമുള്ള അടിയന്തര സർവീസുകളും നാളത്തെ പണിമുടക്കിൻ്റെ ഭാഗമാകില്ല എന്നാണ് പറയപ്പെടുന്നത്.